ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ നോമ്പിൻ്റെ ഈ 30-ാം നാളിനെ സഭ കൊണ്ടാടുമ്പോൾ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വേർതിരിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗം നാം പഠിക്കുമ്പോൾ 38 വർഷമായി രോഗബാധിതനായ ഒരുവനെ കർത്താവ് ശാപത്തിൽ സൗഖ്യമാക്കുന്നത് കാണുവാനാകും. ഇപ്രകാരം വലിയ നോമ്പിൻ്റെ ഓരോ ദിവസങ്ങളിലും മനുഷ്യ ജീവിതങ്ങളെ വിവിധ തലങ്ങളിൽ സ്പർശിക്കുന്ന ക്രിസ്തുവിനെ സഭ നമുക്ക് കാട്ടിത്തരുന്നു. നോമ്പ് സ്വയസമർപ്പണത്തിൻ്റെ കാലമാണ്. നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് ഹിതകരമാകുന്ന പ്രകാരം ചിട്ടപ്പെടുത്തേണ്ട കാലഘട്ടം. ഈ വേദഭാഗത്ത് ബെഥസ്ത കുളക്കടവിൽ സൗഖ്യം കാത്തു കിടക്കുന്ന ഒരു പറ്റം മനുഷ്യരെ നമുക്ക് കാണാം. ബെഥസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം കൃപയുടെ ഭവനം എന്നാണ്. 38 വർഷമായി രോഗബാധിതനായി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് നമുക്ക് വായിക്കുവാനാകും. ഇതുമായുള്ള ബന്ധത്തിൽ 2 ചിന്തകൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഒറ്റയ്ക്കായി പോയവരെ തേടിയെത്തുന്ന ദൈവസ്നേഹം എന്ന ചിന്തയാണ്. 7-ാം വാക്യം വായിക്കുമ്പോൾ, സഹായിക്കുവാൻ ആരുമില്ലാത്തതിനാൽ സൗഖ്യം ലഭിക്കാതെ പോകുന്ന ഒരുവനിലാണ് ക്രിസ്തു ഇടപെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ജീവിതത്തിൽ പ്രതിസന്ധിയുടെ മധ്യത്തിൽ പ്രത്യാശയോടെ കാത്തിരുന്നാൽ ദൈവപ്രവൃത്തി നിങ്ങളിൽ നിസ്സംശയം വെളിപ്പെടും. എന്നാൽ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടണമെങ്കിൽ ചില മുന്നൊരുക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഈ ഭാഗത്ത് മാത്രമല്ല, മിക്കയിടങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്വന്തം ഇടപെടലുകൾ കൂടി ക്രിസ്തു ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഈ മനുഷ്യൻ സൗഖ്യം ലഭിക്കുന്നതിനായി ഈ കുളക്കരയിൽ 38 വർഷമായി കാത്തുകിടക്കുന്നു. മാത്രമല്ല, സൗഖ്യം ലഭിക്കാനായി കിടക്കയെടുത്ത് നടക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ അത് അനുസരിക്കുകയാണ്. അതായത്, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവകൃപ വെളിപ്പെടുവാനായി നമ്മുടെ ഭാഗത്തു നിന്ന് ചില പരിശ്രമങ്ങൾ ദൈവം ആവശ്യപ്പെടുന്നു. ദൈവകൃപ അനുഭവിക്കുവാനുള്ള അതിതീവ്രമായ വാഞ്ച കൂടാതെ സ്വന്തം നിലയിലുള്ള സംഭാവനകൾ കൂടി ആവശ്യമാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നുന്ന നാളുകളിൽ നിങ്ങളെ തേടിയെത്തുന്ന ദൈവസ്നേഹം നിങ്ങൾക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ജീവിതത്തിൻ്റെ ദശാസന്ധികളിൽ നമ്മുടെ അഭിലാഷങ്ങൾ, നമ്മുടെ കാമശകൾ പൂവണിയണമെങ്കിൽ നമ്മുടെ ഉപാധികളില്ലാത്ത പ്രയത്നം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ആൾക്കൂട്ടങ്ങൾക്കിടയിലും മറ്റാരും തുണയ്ക്കുവാനില്ലെങ്കിലും നിങ്ങളെ തേടിയെത്തുന്ന ഒരു ദൈവകൃപയുണ്ട്, ദൈവ സ്നേഹമുണ്ട്. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ കാലങ്ങളിൽ ദൈവകൃപ നമ്മിൽ വെളിപ്പെടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി പ്രയത്നിക്കുവാനും നാം തയ്യാറാകേണ്ടതുണ്ട്. രണ്ടാമതായി നിങ്ങളോട് പങ്കുവെക്കുവാനുള്ളത്, കീഴ്വഴക്കങ്ങളെക്കാൾ വിശിഷ്ടമാകുന്ന നന്മ എന്ന ചിന്തയാണ്. നോമ്പും ആചാര അനുഷ്ഠാനങ്ങളും മനസ്സിനെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്നതിനുള്ള മുഖാന്തരങ്ങളാണ്. എന്നാൽ അവ ദൈവസ്നേഹം അല്ലെങ്കിൽ ദൈവഹിതം വെളിപ്പെടുന്നതിന് വിഘാതമാകുവാൻ പാടുള്ളതല്ല. യഹൂദന്മാർക്ക് ഏറെ പ്രധാനപ്പെട്ട ശാപത്തിൻ്റെ 2 ലംഘനങ്ങൾ ഒരേ സമയം ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. 1, ക്രിസ്തുവിൻ്റെ ശാപത്ത് ലംഘനം. 2, രോഗിയായ ഈ മനുഷ്യൻ്റെ ലംഘനം. ഈ ലംഘനങ്ങൾ സംഭവപശ്ചാത്തലത്ത് ഒരു വിവാദത്തിന് കാരണമാകുന്നുണ്ട്. സൗഖ്യമെന്ന നന്മയേക്കാൾ ആചാരക്രമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കപടഭക്തിക്കാരായ മനുഷ്യരെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. സമൂഹത്തിൻ്റെ നന്മയ്ക്കും പരസ്പര സ്നേഹത്തിനും തടസ്സം നിൽക്കുന്നതാവരുത് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ. പിന്നെയോ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നന്മയ്ക്ക് കാരണമായി തീരേണ്ടതുണ്ട്. ദൈവദൂതന്മാരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുമെങ്കിലും സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പൗലോസ്ലീഹ നമ്മോട് പറയുന്നു. അതുപോലെ നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ഗുണീഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.